ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങിയ മഴയാട്ടോ. ഇതുവരെ മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടില്ല, നല്ല മഴയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്താ വെച്ചാൽ അത്രയും മഴയാണ്. പിന്നെ ഇന്ന് അവധിയൊന്നും ഇല്ലല്ലോ, അവധിയൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ദിവസങ്ങളോളം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് ഞങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്, എല്ലാം കാട് പിടിച്ച് കിടക്കുക. എന്താ വെച്ചാൽ മഴ പെയ്ത് എല്ലാം വെട്ടി വൃത്തിയാക്കി ഇടുന്നതാണ്, പക്ഷെ മഴ പെയ്തപ്പോൾ പിന്നെയും കാട് പിടിച്ചു. രാവിലെ തന്നെ എൻ്റെ മെയിൻ പണി, ആദ്യം ഞാൻ ചെയ്യേണ്ട പണി ചായ ഉണ്ടാക്കുക. ചായ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഇന്നൊന്ന് ഫിഷ് മാർക്കറ്റിൽ പോകണം. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിൽ പോയിട്ട്, അപ്പം ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പോണ വഴിയൊക്കെ മഴ പെയ്ത് ആകെ നാശമായി കിടക്കുക കേട്ടോ. അത് തെന്നലൊക്കെ ഉണ്ട്, ആക്ച്വലി നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പതുക്കെ കാല് വെച്ച് നടക്കണം. എന്താ വെച്ചാൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണല്ലോ. പിന്നെ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ പിന്നെ വീട്ടിലെ സകല കാര്യങ്ങളും തകിടം മറിയുമല്ലോ. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ 4 ചേച്ചിമാരുണ്ട്, അവരുടെ അടുത്ത് നിന്നാണ് വാങ്ങിക്കാറ്. അതിൽ ഇന്നിപ്പോൾ 2 പേര് വന്നിട്ടില്ല കേട്ടോ. ഈ ചേച്ചി ഇപ്പം 4 പേരുടെ അടുത്ത് നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, അല്ലെങ്കിൽ പിന്നെ അവർ സമ്മതിക്കില്ല. അയ്യോ മോളെ എൻ്റെ അടുത്ത് നിന്ന് എന്താ വാങ്ങിക്കാത്ത, അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നല്ല കൊഞ്ചുണ്ട്. ഞാനങ്ങനെ വാങ്ങിച്ചില്ല കേട്ടോ, കൊഞ്ചൊന്നും ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. പിന്നെ കരിമീനുണ്ട്, എല്ലാം ജീവനുള്ളതായിരുന്നു കേട്ടോ. എല്ലാ മീനും അതെ, ഐ മീൻ ഇപ്പോൾ ഈ കൊഞ്ചും അതെ, കരിമീനും അതെ, ഞണ്ടുണ്ടായിരുന്നു, എല്ലാം നല്ല ജീവനുള്ളതായിരുന്നേ. ഇതിപ്പോൾ ഒരെണ്ണം താഴെ വന്ന് കിടക്കുക പടച്ച്. അപ്പോൾ ചേച്ചി തിരിച്ച് അതിനകത്തേക്ക് ഒരു ഐ മീൻ സഞ്ചിയുടെ മുകളിലേക്ക് എടുത്തിട്ടു. ഇത് കിള്ളി വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെയാണ്. ഇത് കിള്ളാത്ത ചെമ്മീനാണ്. ഞാൻ ആ കിള്ളാത്ത ചെമ്മീനാട്ടോ, വൃത്തിയാക്കാത്ത ചെമ്മീനാട്ടോ മേടിച്ചത്. എന്നിട്ട് അവിടെ വെച്ച് വൃത്തിയാക്കി തന്നു. അത് ഞാനൊരു 1/2 kg വാങ്ങിച്ചുള്ളൂ കേട്ടോ. വിലയുണ്ട്, എന്താണെന്ന് വെച്ചിട്ട് കണ്ടെയ്നറൊക്കെ മറിഞ്ഞെടുക്കുന്നതുകൊണ്ട് വിലയുണ്ട് മീനിന്. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മേടിച്ചു. ഇത് ബംബ്ലൂസ് നാരങ്ങ എന്നാട്ടോ പറയാം, ഞാൻ വാങ്ങിച്ചില്ല, ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ തേങ്ങ, ഞങ്ങൾക്ക് തെങ്ങുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തേങ്ങ ഇടാൻ ആളെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ വാങ്ങിച്ചു. പിന്നെ കുറച്ചുകൂടി വെജിറ്റബിൾസ്, കുറച്ച് 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ റംബുട്ടാൻ കണ്ടു, റംബുട്ടാൻ വാങ്ങിച്ചു കേട്ടോ. 250 per kg ആയിരുന്നു, അത് വാങ്ങിച്ചു. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 1-2 അല്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് ഫിഷ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടാണ് വന്നത്. ഇനി സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ തിരിച്ച് ഫിഷിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഞണ്ട് ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഞണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ കാടക്കോഴി, അങ്ങനെ എല്ലാ മീറ്റും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടി തുറന്ന് വണ്ടിയിൽ വെച്ചു. ആ സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്, ഞാൻ കോക്കനട്ട്, 2 പാക്കറ്റ് പപ്പടം, കുറച്ച് പഴം, പിന്നെ 1 കിലോ റംബുട്ടാൻ, കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു. പിന്നെ പരിപ്പ് 1-2 ഐറ്റംസൊക്കെ മേടിച്ചു. പിന്നെ ആട്ട, ഇത്രയാണ് ഞാൻ ഇന്നിപ്പോൾ മേടിച്ചത്, മീൻ കൂടാണ്ട്. പിന്നെ മീനും വാങ്ങിച്ചു കേട്ടോ. മീൻ ഞാൻ ഞണ്ടും കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചു. പിന്നെ ചക്ക 2 പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ചക്ക സീസൺ ഇനിയിപ്പോൾ കഴിയുകയാണല്ലോ, മഴയൊക്കെ ഇത് നന്നായിട്ടാകുമ്പോഴേക്കും ചക്കയിൽ വെള്ളം കയറും, പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. പിന്നെ ഞാൻ വന്നു, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, എല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്നൊരു ഞണ്ടിൻ്റെ കറി വെച്ചു. ഞാൻ അങ്ങനെ എപ്പോഴും വെക്കുന്നൊരു കറിയല്ല കേട്ടോ, എനിക്ക് അത്ര അറിയില്ല. പക്ഷേ ഞാനൊരു ചിക്കനൊക്കെ വെക്കുന്ന പോലെ തന്നെ ഞാൻ വറുത്തരച്ചിട്ടൊക്കെയാണ് വെച്ചത്. സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം വഴറ്റിയിട്ട്, തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട്, കുറച്ച് തേങ്ങ വറുത്തിട്ട് അത് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് വറുത്തിട്ട് ഞാനത് ചേർത്തു. പിന്നെ കുറച്ച് കുടംപുളിയും കൂടി ഇട്ടു കേട്ടോ, എന്ന് വെച്ചാൽ ഞണ്ട് വയറിന് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ കുടംപുളിയും കൂടി ഇട്ടു. അത് നന്നായി തിളച്ച് കുറച്ച് പൊട്ടറ്റോ ഇട്ടു കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ പുളി ഇട്ടതിന് ശേഷം ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവർ ക്ലീൻ ചെയ്ത് തന്നിരുന്നു, അതിട്ട് കുക്ക് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.